ഉദ്ഘാടകൻ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് എന്നുള്ള രീതിയിൽ ഉദ്ഘാടകൻ അതിനെപ്പറ്റി കുറച്ച് പഠിച്ചു എന്ന് പറയുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നിയത് ചെറുതായിട്ട് ഒന്ന് ബാക്ക് പോയി എന്നുള്ളതാണ്. എങ്കിലും ഇന്നത്തെ ക്ലാസ്സോട് കൂടെ തിരിച്ചു പിടിക്കാൻ സാധിച്ചു. എന്നത്തെ പോലെ തന്നെ സാറ് ഒരു പൊടിക്ക് ബാക്കിലേക്കല്ലാതെ നമുക്ക് എല്ലാവർക്കും പ്രചോദനം തരുന്ന ഒരു ക്ലാസ്സാണ്. എന്നും കൂടുതൽ പ്രചോദനം തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നും അങ്ങനെ ക്ലാസ് എടുക്കാനുള്ള ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി. എൻ്റെ കൂട്ടുകാരായി എല്ലാവരും അഭിപ്രായം പറഞ്ഞു. പൊതുവെ നല്ലത് കേട്ടാൽ സന്തോഷവും പൊട്ട കേട്ടാൽ മനസ്സിന് വേദനയുണ്ടാവും. അതൊരു സത്യമാണ്. പക്ഷേ അധികവും നല്ലതാണ് സാറ് പറയാൻ വേണ്ടി പറഞ്ഞത്. കേട്ടപ്പോൾ സന്തോഷമുണ്ട്. ചെറിയ പോയിന്റുകൾ കുറവുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാനൊരു LKG വിദ്യാർത്ഥിയിൽ നിന്ന് UKGയിലേക്ക് കയറിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഞാൻ എന്തായാലും SLC പാസ്സായിട്ട് തന്നെ ഇവിടുന്ന് പോകുള്ളൂ. അതൊരു നമ്മളെല്ലാവരും വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യത്യസ്ത പ്രസംഗങ്ങൾ സ്വാഗതമായിട്ടും അധ്യക്ഷനായിട്ടും അപ്പോൾ തന്നെ ഉദ്ഘാടനം ആശംസയൊക്കെ നടത്തുകയുണ്ടായി. എല്ലാവരുടെ പ്രസംഗങ്ങളും മുൻകാലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരു ഉയർച്ച എല്ലാവരുടെ പ്രസംഗങ്ങളിലുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ പഠിതാക്കൾ എന്നുള്ള നിലയിൽ ചെറിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല ഒരു പഠിതാവായി മാറാനും മുന്നേറാനൊക്കെ സാധിക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞ ഓരോരുത്തരും എല്ലാ വിഷയമൊക്കെ കൃത്യമായിട്ട് വരുണ് സ്വാഗതം പറഞ്ഞു. അതുപോലെ ആശംസ ബാബു സാറ് പറഞ്ഞു. അതേമാതിരി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെറിയ കമ്മികൾ, അതേമാതിരി ഷിഹാബ് അധ്യക്ഷ പ്രസംഗം തന്നെ നടത്തിയത് എല്ലാം ചെറിയ കമ്മികൾ. കാരണം പിന്നെ അഷ്റഫിൻ്റെ എന്താണ് എല്ലാവരുടെ സമ്മതത്തോടെ എന്നുള്ളൊരു വാക്ക് അവിടെ വിട്ടുപോയിട്ടുള്ളൂ. വേറുള്ളതൊക്കെ ക്ലിയർ തന്നെയാണ്. സംഗതി എല്ലാം ഒക്കെ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഒരു വലിയൊരു പ്രശ്നങ്ങളും ആർക്കും പറയാനൊന്നും അത്ര അധികമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ഒരാളുടെ പ്രസംഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ അയാളുടെ പ്രസംഗത്തിൻ്റെ 55% സൗണ്ടിനേക്കാളോ അല്ലെങ്കിൽ മറ്റ് പറയുന്നതിനേക്കാളോ ആളുകൾ ശ്രദ്ധിക്കും. ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ കുറേ ആളുകളുണ്ടാവും. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ കുറേ ആളുകളുണ്ടാവും, കരയുന്ന സമയത്ത് നമ്മുടെ കൂടെ നേൽ മാത്രമാണ് ഉണ്ടാവുക എന്നത്. പന്തലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 പോയിൻ്റൊക്കെ കുറവൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ കീറിയ പോയൊക്കെ കാര്യം. അപ്പോൾ നമ്മളൊക്കെ വിളിച്ചിട്ട് അയാളെ ചീത്ത പറയണമെന്നൊക്കെ എഴുതിയിട്ട് നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ അയാൾ ചിരിച്ചിട്ട് നിൽക്കുള്ളൂ. ഫുൾ ടൈം സ്വിച്ചിട്ടാ മാതിരി അങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇയാളോട് ചീത്ത പറയാൻ കഴിയൂല, ആർക്കും പറയാൻ കഴിയൂല. ഇയാൾ അത് പറഞ്ഞ് അങ്ങനെ നമ്മളെ ഉഷാദല്ലേ എന്നും പറഞ്ഞ് പൈസയും കൊടുത്തുകാട്ട് പോരലാണ്. സ്ഥിരം പരിപാടിയാണ്. അത് എന്തെങ്കിലും ഒരു കുറവില്ലാതെ കൂല ഒരു പരിപാടി എടുക്കും. അപ്പോൾ അതൊക്കെ ഒരു ചിരിയുടെ ഗുണങ്ങളാണ്. അപ്പോൾ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഉദ്ഘാടകനും അതുപോലെ തന്നെ ആശംസാ പ്രസംഗികരൊക്കെ തന്നെ ഈ വിഷയത്തിൽ നന്നായി സംസാരിക്കും. എങ്കിലും ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരും. ഇപ്പോൾ സാറിൻ്റെ ഇത് കേട്ടപ്പോൾ സാറിപ്പോൾ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഒരു ആഴ്ച കൊണ്ട് ഒരു 5 കിലോ കുറഞ്ഞ് കാണുമെന്ന് എൻ്റെ വിശ്വാസം. അത് ആ മുഖത്ത് കാണുന്നുണ്ട്. അത് മനസ്സിലാവും. അതാ ഞാൻ നേരത്തെ സാറിനോട് ചോദിച്ചു, ചില നേരങ്ങളിൽ അനുഭവിച്ചേ തീരുവത് മനുഷ്യൻ്റെ അവസ്ഥ. അത് എന്തായാലും നല്ല വാക്കുകളിലൂടെ സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നടക്കുകയാണെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളെ കാണുമ്പോൾ നമ്മൾ ഒന്ന് കൈ കാണിക്കും, അവരോട് ചിരിക്കുക. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി വേറൊരു കാര്യം പറയാനുള്ളത്, ചിലർക്ക് എന്ത് തന്നെ കണ്ടാലും എന്ത് കേട്ടാലും ചിരിക്കാത്ത ആളുകൾ നമ്മളെ ഇടയിലുണ്ട്. എന്തുകൊണ്ടാണ് അത് ഞാൻ പറയാറ്? അവർക്ക് 4 ഹോർമോൺ ആവശ്യമാണ്. ആ 4 ഹോർമോൺ എങ്ങനെ ഉണ്ടാകുക?